എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിൽ റിയാക്ഷൻ ആണ്, അപ്ഡേറ്റ് ആണ്. ഭീകര തൂക്കിടിയാണേ. തൂക്കിയടി എന്ന് പറഞ്ഞാൽ പോരാ, ഭീകര തൂക്കിയടി. ഇപ്പോഴാണ് കറക്റ്റ് ചെയ്ത് താഴത്തില്ലടാ, ഒരിക്കലും താഴാൻ പോകുന്നില്ല. അതാണ് പുഷ്പരാജ്. കളക്ഷന്റെ കാര്യത്തില് ഇന്ത്യയിലെ ഏതൊക്കെ സിനിമകൾ ഏതൊക്കെ ലാംഗ്വേജിൽ വന്നിട്ടുണ്ടോ എല്ലാത്തിൻ്റെ മുകളിൽ സത്യം. ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഏറ്റവും വലിയ സിനിമയായിട്ട് വന്നിട്ടുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ മുകളിൽ പുഷ്പരാജ് കയറിയിട്ടുണ്ട്. അവിടെ കയറി ഇരിക്കുന്നുണ്ട്. താടിക്ക് കൈ വെച്ചിട്ട് താഴത്തില്ലടാ. രണ്ടെണ്ണം ഉണ്ടല്ലേ പ്രാവശ്യം, ഒന്നല്ലല്ലേ? അത് വേണ്ട, കൈ കുടുങ്ങിപ്പോ ചുറ്റി കുടുങ്ങൂലേ? എട്ടിട്ട പോലെ അങ്ങനെ കുടുങ്ങി കിടക്കും. എന്താണെങ്കിലും നമ്മുടെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇന്ന് നാളെ 2 ദിവസം ഒക്കെ കൂടി ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഒറ്റ താഴും. പക്ഷേ ഭയങ്കരമായിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര അഭിപ്രായങ്ങൾ വളരെ എന്തൊരു കെയറിങ് അല്ലേ അല്ലു അർജുനെ ജനങ്ങൾ. ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഒരു 2 കമന്റിന്റെ കാര്യം നമുക്ക് പറയാനുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം വീഡിയോന്റെ അടിയിൽ വന്ന കമന്റുകളാണ്. അപ്പൊ ഈ സിനിമയെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തോ ആയിക്കോട്ടെ, ചാപ്രി സിനിമ അത് അങ്ങനെ തന്നെ പറയുള്ളൂ. അത്രേ ഉള്ളൂ. ചാപ്രി സിനിമ, അത് വൾഗറായിട്ടുള്ള സിനിമ. അതെ, അത് ഇതിലെ ശ്രീവല്ലിയും പുഷ്പരാജും തമ്മിലുള്ള സീന് മാത്രമല്ല, അതുകൊണ്ട് മാത്രമല്ല. ഇത് 2 കമന്റിന്റെ കാര്യം പറഞ്ഞില്ലേ. 2 കമന്റ്. ഫസ്റ്റ് വന്ന കമന്റ് ഇതാണ്: നിങ്ങൾ സിനിമ എന്താ സ്വാഗ്, അല്ലു അർജുന്റെ എന്താ സ്റ്റൈല്, ആളുടെ നടത്തവും ഇതൊക്കെ. അപ്പം ഇതിന് ഒരാള് കമന്റ് മറുപടി റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്: സ്റ്റൈലും സ്വാഗും ഒക്കെ നിങ്ങൾ ഫാൻസിന്. സത്യം അതാണ്, അത് ഫാൻസിനാണ് സ്റ്റൈലും സ്വാഗും ഒക്കെ. ഒരു പ്രേക്ഷകൻ, ഒരു സാധാ ഒരു ഫാൻ അല്ലാത്ത ഒരാൾ പോയിട്ട് സിനിമ കാണുന്നു, അയാൾക്ക് എന്ത് സ്റ്റൈലും സ്വാഗും, അയാൾക്ക് സിനിമ ഇഷ്ടപ്പെടണം. അതിനുശേഷമേ സ്വാഗതം സ്റ്റൈലുള്ളൂ. അത്രേ ഉള്ളൂ. അത് നമ്മളും അല്ലു അർജുൻ ഫാൻസ് തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ ബാക്കിലിരുന്ന് കുറച്ച് പേരുണ്ടായിരുന്നു. ഫാൻ ഷോ ആണ് കാണുന്നത് കേട്ടോ, നോക്കണം. 4 മണിക്കുള്ള ഫാൻ ഷോ. ഞങ്ങളും ഫാൻസ് ആയതുകൊണ്ടാണല്ലോ 4 മണിക്ക് ഷോ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അന്ന് വന്ന പല രീതിയിലുള്ള ഫാൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങളും അല്ലു അർജുൻ ഫാൻസ് തന്നെയാണ്. പക്ഷേ അല്ലൂയിസം എന്ത് ചെയ്താലും അത് സൂപ്പറേ എന്ന് പറഞ്ഞ് പേപ്പർ പറത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. പക്ഷേ ഇത് സിനിമയ്ക്ക് ഉള്ളിലേക്ക് എത്തി നമ്മളതങ്ങ് എൻജോയ് ചെയ്യുമ്പോൾ അല്ലു അർജുൻ്റെ ഓരോ സംഭവങ്ങളും നമ്മളങ്ങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ആ രീതിയിലുള്ള ഫാൻസാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ സ്വാഗും സ്റ്റൈലും ഫീൽ ചെയ്തിട്ടില്ല. അതിൽ ഭയങ്കര ഓവർ ആറ്റിറ്റ്യൂഡും പുഷ്പരാജേ ആയിരുന്നില്ല. ആദ്യത്തെ പുഷ്പരാജേ ആയിരുന്നില്ല, രണ്ടാമത് വന്ന ഈ പുഷ്പരാജ്. അപ്പൊ പറയും പൈസ കൂടിക്കാനും. അതുകൊണ്ട് കാര്യമില്ല, ക്യാരക്ടർ പൈസ കൂടെ എന്തും ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ കണ്ട സാധനം എന്താ, ആ പുഷ്പരാജിനെ കാണാനാണ് നമ്മൾ വരിക്കണേ. അല്ലാണ്ട് പുഷ്പരാജ് കുറെ പൈസക്കാരനാണെന്ന് എഴുതിയിട്ട് വേറൊരു ആറ്റിറ്റ്യൂഡ് ഇട്ട് വരിക, അയാളെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ല. അത് അത്ര തന്നെ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കമന്റിന്റെ കാര്യം പറയാം. അതായത് നിങ്ങൾ പറയണത്ര മോശം സിനിമയൊന്നുമല്ല. അതായത് സിനിമയുടെ ആദ്യത്തെ ഒരു 9-10 മിനിറ്റ് ഒഴിവാക്കണം. പിന്നെ അതായത് ലാസ്റ്റിലെ ഒരു 30 മിനിറ്റ്. പിന്നെ നമ്മുടെ രശ്മിക മന്ദാന ശ്രീവല്ലി വരുന്ന സമയം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സൂപ്പറാണ് സിനിമ. അപ്പൊ എത്ര മണിക്കൂറാ സിനിമ നമ്മൾ കാണേണ്ട? 3/4 മണിക്കൂറാ. 40 മിനിറ്റ് അടിപൊളിയാണ്. അല്ല, എനിക്ക് അറിയാഞ്ഞിട്ട് ഇങ്ങനെയാണ് ഒരു സിനിമ നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞു. ഫഹദ് നന്നായി അഭിനയിച്ചിട്ടുണ്ടോ? സോറി, ആളുടെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നല്ല ക്യാരക്ടറാണോ? അല്ലല്ലോ. ഇത് തർക്കമില്ലാത്ത വിഷയമാണ്. സത്യം. മലയാളികൾ എല്ലാവരും പറയും ഇത് ഇഷ്ടപ്പെട്ടു, ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പോലും ഫഹദിന്റെ റോള് വളരെ മോശമായി പോയി എന്ന് പറയും. അപ്പോൾ ഈ ഫഹദിന്റെ ഭാഗം നമുക്ക് ഒഴിവാക്കേണ്ടി വരും അല്ലേ? ചുരുക്കി പറഞ്ഞ സിനിമ കാണാനുണ്ടാവില്ല. അപ്പൊ സിനിമ കാണാതെ ഇത് സൂപ്പറാണെന്നാണ് ഇവർ പറഞ്ഞു തോന്നുന്നത്. ട്രെയിലർ കണ്ടാൽ മതിയായിരുന്നു അല്ലേ? ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം മതി. അല്ല, ഇതിന്റെ കൂടെ മറ്റൊന്ന് പറയാം. ഒരു തെലുങ്ക് സിനിമയാണിത്. തെലുങ്ക് സിനിമ കാണുന്നത് പോലെ കാണണമെന്ന് പറഞ്ഞത്. എന്താ, പുഷ്പരാജ് ഫസ്റ്റ് പുഷ്പ തെലുങ്ക് സിനിമയല്ലേ? നമ്മൾ തെലുങ്ക് സിനിമയായിട്ടാണ് അത് കണ്ടത്. ഇതും തെലുങ്ക് സിനിമയായിട്ടാണ് കണ്ടത്. അതിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച സാധനം നമുക്ക് അതിൽ നിന്ന് കിട്ടി. ഇതിലത് കിട്ടിയിരുന്നില്ല. അതിലും ഇതേപോലെ വെറുപ്പിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോൾ. ശ്രീവല്ലിയും പുഷ്പരാജും ഒരുമിച്ച് വരുമ്പോൾ ഇതേപോലത്തെ വൾഗറായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിതൊന്നും ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ളൂ. അത് അന്നത്തെ ആ ഒരു സാധനത്തിൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ടു പോയിരുന്നു. പക്ഷെ ശ്രീവല്ലിന്റെ വിട്ടേക്ക് അത് മാറ്റി നിർത്താം നമുക്ക്. അതിനകത്ത് അന്നും ക്രിഞ്ച് തന്നെയാണ്, ഇന്നും ക്രിഞ്ചിന്റെ ഫസ്റ്റ് ആണ്. അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന അല്ലെങ്കിൽ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ മറ്റുള്ള സിനിമകൾ എത്രയോ വന്നു. ഇപ്പൊ കങ്കോ വന്നു. കങ്കോയില് നമ്മളെ ക്രിഞ്ചടിപ്പിച്ച സാധനം എന്താ, പാസവും ആ കുട്ടീന്റെ സംഭവം. ഇത് രണ്ടും എടുത്ത് കളഞ്ഞിട്ട് കണ്ട ഫ്രാൻസിസിനെ. അപ്പൊ ഫ്രാൻസിസിനെ ഒഴിവാക്കാം. അതുപോലെ കുട്ടിന്റെ ഭാഗം ഒഴിവാക്കാം.
പിന്നെ എന്താ കാറിന്ന് അലറി പൊളിക്കുന്ന സംഭവങ്ങൾ അതും കുറച്ച് ക്രിഞ്ചായിരുന്നു പറഞ്ഞു, അത് ഒഴിവാക്കാം. ബാക്കി ബാക്കിയൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞ് നിർത്തി നമ്മള് ഇല്ലല്ലോ. ഇത് എന്താ വെച്ചാൽ ഇങ്ങനെ ഭാഗം വെച്ച് കാണാനാണെങ്കിൽ സിനിമയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? എന്നാ പിന്നെ ഗഡുക്കളായിട്ട് ചെയ്താൽ മതി ഒരു റിലീസ് ആദ്യം ഒരു ഇനി അത് പോട്ടെ, ഇതിന്റെ മൊത്തം പ്ലോട്ട് എടുത്തു കഴിഞ്ഞാല് കങ്കുവ എന്തിനിത് ചെയ്തു എന്നുള്ള ചോദ്യമല്ല, പക്ഷെ പുഷ്പരാജ് അതായത് പുഷ്പ 2 എന്തിനു ചെയ്തു എന്നുള്ള ചോദ്യം വരും. കാരണം അതിലൊന്നുമില്ല. ആള് മറ്റേതിൽ എന്തൊക്കെ ചെയ്തു, ആൾ എന്തൊക്കെ ആയി എന്നുള്ളതിന് അതിൻ്റെതായ കാര്യം ഉണ്ടായിരുന്നു. ഇതിൽ വെറുതെ ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ ആൾ എന്തൊക്കെ കാണിച്ചു വിട്ടുന്നത്, എന്നിട്ട് ഏതിലേക്കൊക്കെ പോകുന്നത് കഥ, എങ്ങോട്ടൊക്കെയാണ് പോയേക്കുന്നത്. ഇനി 1500 സിനിമ ചെയ്യാൻ പറ്റും. കാരണം ഇവരുടെ വേറെ ബന്ധുക്കാരെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നു, പോകുന്നു, പിടിച്ചോണ്ടിരുന്നു, അടുത്ത ആളെ കൊണ്ടുപോകുന്നു, പിടിച്ചോണ്ടിരുന്നു. ഇനി കഥ പോട്ടെ, ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ കമന്റ് ചോദിക്കുകയാണെങ്കിൽ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഇഷ്ടമായില്ല നമ്മുടെ കാര്യം മാത്രമാണ് കേട്ടോ. നിങ്ങള് മറ്റുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നമ്മളെപ്പോഴും സിനിമേന്റെ റിവ്യൂ പറയുമ്പോഴും പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. ശരിക്കും ശ്രീവല്ലിയും മറ്റേ ഇവരൊക്കെ ഈ ട്രോള് വാങ്ങുമ്പോഴേ ശരിക്കും രക്ഷപ്പെട്ടു എന്ന് മറ്റൊരാളുണ്ടല്ലേ, അത് മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമയിലെ വില്ലനെ പോലെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് അതൊക്കെ? അയ്യോ അതൊക്കെ നിങ്ങൾക്ക് അയ്യോ പിന്നെ അസഹനീയം. ആരുടെ ഒരു കമന്റ് ഞാൻ കണ്ട്, ലാസ്റ്റത്തെ ഫൈറ്റ് ഒരു രക്ഷയില്ലാന്ന്. ഇതിൽ എല്ലാ ഫൈറ്റും മോശമാണ്, നല്ല രീതിയിൽ മേക്ക് ചെയ്യാനേ പറ്റിയിട്ടില്ല. അതാണ് നമ്മൾ റിവ്യൂല് പറഞ്ഞത്, എന്ത് ഇതിന് നല്ലൊരു ഡയറക്ടർ ഇല്ല. അത് സുകുമാരന് നല്ല ഡയറക്ടർ അല്ല എന്നല്ല പറഞ്ഞത്, പുഷ്പ 2ലേക്ക് വന്നപ്പോൾ നല്ല ഡയറക്ടർ ഇല്ല അവിടെ, അതാ പറഞ്ഞത്. എന്തൊക്കെയോ, അതായത് പുഷ്പരാജ് ഒരു ദൈവം, ബാക്കി എല്ലാവരും അതിന്റെ പുറകെ നടക്കുന്ന ആൾക്കാർ ആ ഒരു കോലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചേക്കാണ് ചെയ്തിട്ടുള്ളത്. അതാണ് നമുക്ക് ഫീൽ ചെയ്തത്. അല്ലാണ്ട് അല്ലു അർജുൻ അഭിനയിക്കൂലെന്നോ അല്ലു അർജുന്റെ മോശം അഭിനയമാണെന്നോ അങ്ങനത്തെ ഒരു സാധനം അല്ല പറഞ്ഞു. ഞാൻ ആഗ്രഹിക്കുന്നു വെട്ടിപ്പും വൃത്തിയോടെ ആ വൈകുണ്ഠാപുരല്ലേ ആ ഒരു സ്വാഗും സ്റ്റൈലൊക്കെ എന്തോ അതിലെന്താണ് ആ ഒരു ഷോൾ എടുക്കാൻ വേണ്ടിട്ട് പോയിട്ടൊരു സാധനം ഉണ്ട്. ഇതെന്താ ഇനി 5 കൊല്ലത്തേക്ക് ഈ കോലത്തേക്ക് കാട്ടറബീന്റെ കോലത്തിൽ ഇനിയും കണ്ടോണ്ടിരിക്കണം, അല്ലാണ്ട് എന്താ പറയാ. ഈ ഒരു കോലത്തിൽ ഇനിയും കണ്ടോണ്ടിരിക്കണല്ലോ ചാപ്പിളി ലുക്കില്, കുളിക്കൂല, സഹിക്കാൻ പറ്റൂല. അതിനിടെ കൂടെ തലമുടിയും നടക്കും. വില്ലനൊക്കെ നീ എന്തിനാ വില്ലനൊക്കെ അങ്ങനെ പല്ലിലൊക്കെ ഉള്ള ആ യൂണിവേഴ്സിലുള്ള എല്ലാരും അങ്ങനെ അതല്ലേ. പുഷ്പരാജ് പിന്നെ അങ്ങനെ ആയതെന്താ, ആ രീതിയിൽ അങ്ങനെ ഒരു രീതിയിൽ ആ കൾച്ചറിൽ നിന്ന് വന്നതാണ്, അങ്ങനെ ജീവിച്ചു വന്നത്. അതെ. ഇനി മറ്റുള്ളവർക്കൊക്കെ എന്താ ഇത്ര പ്രശ്നം? മറ്റോ കേന്ദ്രമന്ത്രിയുടെ അനിയന്റെ മോൻ ഒരു നോക്കണം, ഇവനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്ന മൂപ്പർക്കൂട്ട് കൊടുക്കണം. ആദ്യം ആണെങ്കിലും ഞങ്ങൾ പോവാണ്, കളക്ഷനൊക്കെ കയറട്ടെ, ഗംഭീരമായിട്ട് കയറട്ടെ. ഞങ്ങളുടെ അഭിപ്രായത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അതിന് എന്തൊക്കെ വന്ന് പറഞ്ഞാലും അനുഭവിച്ച ഞങ്ങൾക്ക് മാത്രമേ അതിന്റെ സുഖം അറിയുള്ളൂ. എന്തായാലും എന്തൊരു കരുതലാണ് അല്ലു അർജുന് കിട്ടണമെന്ന് ആയിരിക്കുമ്പോഴാണ് നമ്മുടെ മലയാള സിനിമകളൊന്നും ഇത്രക്ക് കരുതൽ കിട്ടുന്നില്ലല്ലോ എന്നുള്ള അത്ഭുതമുണ്ട്. ഇങ്ങനെ ഒരു മലയാള സിനിമ ഇങ്ങനെയാ വരുന്നെങ്കിൽ ഈ ഒരു കോലത്തില് ഒരു മലയാള സിനിമ വന്നാൽ ഈ പറയുന്ന ആൾക്കാർ അംഗീകരിക്കുമോ? അപ്പൊ ഇറങ്ങും മറ്റേ സദാചാര കമ്മിറ്റി. അത് പോട്ടെ, എന്തൊരു ഭീകരമായിട്ടുള്ള എന്തൊരു ക്വാളിറ്റി ഉള്ള സാധനം വന്നാലും ഇതിനേക്കാളും എന്തായാലും ഈ ലെവലിൽ എന്തായാലും മലയാള സിനിമ വരില്ല. അത് വേറെ കാര്യം. സംഭവം നമുക്ക് ഇഷ്ടപ്പെടാത്ത അവസ്ഥ വന്നെങ്കിലും ഈ ഒരു നിലവാരത്തിൽ എന്തായാലും നമ്മുടെ മലയാള സിനിമ വരില്ല. അതൊക്കെ അംഗീകരിക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാ സിനിമകളും അംഗീകരിക്കണം. ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു ആശ്ചര്യമാണ്, എന്റെ ദൈവം ഇതൊക്കെ ഇഷ്ടപ്പെടുവോ? എന്താണെങ്കിലും ഓക്കെ. എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.